അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൂണ് കൊണ്ടുള്ള ഒരു തോരനാണ്. അപ്പം നമ്മുടെ ബെഡിൽ നിന്ന് തന്നെ കിട്ടിയ കൂണുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം ഇതുകൊണ്ട് ഞാൻ ഇതുവരെ തോരൻ വെച്ചിട്ടില്ല. തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വെച്ച് നോക്കാം. ഓക്കെ, കൂൺ ഇങ്ങനെയാണ് നേരെ വെക്കുന്നത്. ഈ കൂണിൻ്റെ ഈ ഭാഗം കളഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം. കട്ട് ചെയ്ത് ഇത് ബലമുള്ള ഭാഗമായിരിക്കും ഇത് കേട്ടോ. നമ്മളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് ചെറിയ പീസാക്കി മുറിച്ചെടുക്കും. ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കഴുകി വാരാൻ വയ്ക്കാം. എന്നിട്ടാണ് നമ്മൾ തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്. ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി കുറച്ച് കടുകിടാം. വറ്റൽമുളകിടാം. ഊറ്റി വെച്ച കുണ്ട പാകത്തിന് ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. ഇട്ടിട്ടുണ്ട്. ഇതിൽ കിടന്ന് വെന്ത് വരട്ടെ. അപ്പം നമ്മുടെ ഉപകാരപ്രദമായ കല്ല് ഇവിടെ റെഡിയാണ്. അപ്പം നമുക്ക് ഇതിൽ വെച്ചിട്ട് ഇതെല്ലാം ചതച്ചെടുക്കാം. അപ്പോൾ ഇത് ഇല്ലാത്ത വീടുകളിൽ ഇതൊന്ന് വാങ്ങി വയ്ക്കുക കേട്ടോ. നല്ല ഉപകാരമുള്ള സാധനമാണ്. റെഡിയുണ്ട്. കൂണ് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അരപ്പം കൂടെ ചേർത്ത് കൊടുക്കും. തേങ്ങയും കൂടി കുറച്ച് ഇതിലൊക്കെ ചതച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാതും കൂടെ നമ്മൾ ചതച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കൂൺ തോരനാവുകൊണ്ട് കുറച്ച് മസാലപ്പൊടി നമുക്ക് ചേർക്കാം കേട്ടോ. ചിക്കൻ മസാല ഒരു അര ടീസ്പൂൺ ചേർക്കാം. നല്ലൊരു പ്രത്യേക ടേസ്റ്റ് വരും. ഒക്കെ ചതച്ചിടുണ്ട്. അപ്പോൾ ഉള്ളിയുടെ ആ പച്ചച്ചയൊക്കെ ഒന്ന് മാറി ഒന്ന് വാടി വരാൻ വേണ്ടി കുറച്ച് നേരം കൂടി നമ്മൾ ആവിയിൽ ഇങ്ങനെ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. കൂൺ തോരൻ അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചിപ്പിക്കൂണാണ് ഇങ്ങനെ ചെയ്യാൻ നല്ലത്. അപ്പോൾ ചിപ്പിക്കൂണ് കിട്ടുന്നവരൊക്കെ വാങ്ങിയിട്ട് ഇതുപോലെ ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇതാണ് നമ്മളെ തോരൻ. അപ്പോൾ വെജിറ്റേറിയനായ ആളുകൾക്കൊക്കെയും ഇത് നല്ലതാണ്. കൂണാണ്, നല്ല പ്രോട്ടീൻ ഫുഡാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഓക്കെ, നല്ല ടേസ്റ്റുള്ള സാധനമാണ്. കൂണെന്ന് പറയുമ്പോൾ തന്നെ ടേസ്റ്റ് കൂടുതലുള്ള സാധനം. ഓക്കെ.